ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുകയാണ്. CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലൻ നടത്തിയ പ്രസ്താവന അതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് MA ബേബിയും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൃത്യമായി മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഒക്കെ തന്നെയും വരുന്നത് ഒരുപക്ഷെ CPM-നെ പ്രതിരോധത്തിലാക്കുമോ? മാറാട് കേരളം മറക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കറുത്ത ഏടാണ്. അത് വീണ്ടും എത്ര വർഷത്തിന് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും മാറാട് കുത്തിപ്പൊക്കുന്നത്. അതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. AK ബാലനാണ് അത് പറഞ്ഞതെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ മാറാട് മാതൃകയിലുള്ള കലാപങ്ങൾ ഉണ്ടാവും. കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നറേറ്റീവ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പക്ഷം ചേർന്ന് നിന്ന് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കിയത് താനാണ്. ഊരിയ വാളുകൾക്ക് മുന്നിൽ നെഞ്ചുറപ്പോടുകൂടി നടന്നു നീങ്ങിയത് ബ്രണ്ണൻ കോളേജിൽ മാത്രമല്ല, കാപ്പാട് കടപ്പുറത്തും അങ്ങനെ നടന്നു നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, വേണ്ട രീതിയിൽ പിണറായി വിജയൻ പല ഇടങ്ങളിലും അന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായ തെളിവുകളോടുകൂടി പല മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതം വീഡിയോ ഫുട്ടേജ് സഹിതം കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ മുന ഒടിഞ്ഞു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് നിന്നാൽ, ഹിന്ദു വോട്ടിൻ്റെ കൺസോളിഡേഷൻ, ഹിന്ദു ഡോമിനൻസ് വരുത്തിയാൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ലാർജർ പിക്ചർ കൊടുക്കുകയാണ്. കാരണം പലസ്തീൻ ഐക്യദാർഢ്യം, കോൺഗ്രസും BJP മാറി നിൽക്കുമ്പോൾ ഇടതുപക്ഷമാണ് പലസ്തീൻ ജനതയ്ക്ക്, ഗസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം, അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടം, വെനിസ്വലയാണെങ്കിലും ക്യൂബയാണെങ്കിലും കൊളംബിയ ആണെങ്കിലും ശരി, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളാണെങ്കിലും ശരി, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നതിപ്പോൾ തങ്ങളാണ് എന്ന് LDF പറയുന്നു. ഇതെല്ലാം തന്നെ മുസ്ലിം വോട്ടുകൾ സ്വാംശീകരിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഏർലിയർ ഒരു 2000 മുതൽ 2016 വരെയുള്ള സമയത്തെ മുസ്ലിങ്ങൾ വ്യാപകമായി LDF പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്ന കണ്ട് 2001 തെരഞ്ഞെടുപ്പിൽ AK ആൻ്റണി മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മലബാർ മേഖലയിലെ മുസ്ലിങ്ങൾ LDF-നോട് ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായ അടിയൊഴുക്കുകൾ കണ്ടു. മുസ്ലിം ജനസാമാന്യം LDF-നെ കൈവിടുന്നു. എത്രയെല്ലാം മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ചില പ്രസ്താവനകൾ, അത് വെള്ളാപ്പള്ളി എന്ന വ്യക്തി SNDP യോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാകാം, ഈഴവ കമ്മ്യൂണിറ്റിയുടേതാകാം, പക്ഷേ അതിൻ്റെ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നത് CPM-ഉം പിണറായി വിജയനുമാണ്. തള്ളിക്കളയാനാവില്ല, വെള്ളാപ്പള്ളി നടേശനെ ആവാത്ത അവസ്ഥയിലാണ്, കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി പ്രസ്താവനകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചുമക്കുന്നത് CPM-ന് ബാധ്യതയായി മാറും എന്നുള്ളൊരു അഭിപ്രായമാണ് അങ്ങേക്ക് ഉള്ളതല്ലേ? ഈ കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കക്ഷത്തിലുള്ള ഒരു സമുദായം അല്ലെങ്കിൽ ഒരു വിഭാഗം അത് ഉറച്ചു നിൽക്കണം. ഉത്തരത്തിലുള്ളത് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന പ്രായോഗിക സമീപനം ഇവിടെ തെളിഞ്ഞു കാണാം. ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്. എണ്ണം കൊണ്ട് 26-27% കേരള ജനത ശ്രീനാരായണീയരാണ്, ഈഴവരാണ്. അത് തീയ സമുദായം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പറയുമ്പോൾ ആ വോട്ട് നിർണായകമാണ്. LDF രാഷ്ട്രീയത്തിൽ അത് നിർണായക ഘടകവുമാണ്. ഈ വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും ഒക്കെ അടങ്ങുന്ന വലിയൊരു വിഭാഗം വിവിധ അവാന്തര വിഭാഗങ്ങളായി നിൽക്കുമ്പോഴും ആ സമുദായം 4/1 വോട്ട് ഉള്ളൊരു സമുദായം. ആ സമുദായം എക്കാലത്തും LDF-ൻ്റെ ബാക്ക് ബോണായിരുന്നു. ഈ സാമൂഹിക പുരോഗതി, സാമൂഹിക പരിവർത്തനം, ഇതിനെല്ലാം നടുനായകത്വം വഹിച്ച ഇടതു പ്രസ്ഥാനങ്ങളാണ് എന്ന ചിന്തയുള്ള സമുദായമാണ്. ആ സമുദായ വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയത് ആലപ്പുഴ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ 3 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് V. മുരളീധരൻ ആറ്റിങ്ങലിൽ നേടിയത്. അതിനർത്ഥം ഈഴവ വോട്ടുകൾ വ്യാപകമായി LDF-ൽ നിന്നും BJP-യിലേക്ക് ഒഴുകിയെന്നാണ്. മുൻകാലങ്ങളിൽ
BJP നേട്ടമുണ്ടാക്കുമ്പോൾ UDF-നാണ് നഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, LDF-ന്റെ ഈഴവ വോട്ട് ബേസാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിച്ചേ മതിയാവൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ, തിരുത്തുന്നു, മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ, വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയുന്നു, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, പക്ഷേ മുസ്ലിം ലീഗ് വിരുദ്ധതയാണ്. അത് ഒരു പക്ഷേ മുസ്ലിം വിരുദ്ധതയായി ആണ് മുസ്ലിം ജനസാമാന്യത്തിൽ അത് റിസണേറ്റ് ചെയ്യപ്പെടുന്നത്. മുസ്ലിം ലീഗിനെതിരെ പറയുന്നതും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നതും വെൽഫെയർ പാർട്ടിക്കെതിരെ പറയുന്നതും എല്ലാം തന്നെ മുസ്ലിം വിരുദ്ധതയായി വ്യാഖ്യാനിച്ച് എടുക്കാനുള്ള ശ്രമം മറുപക്ഷത്ത് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഒരു ഹിന്ദു പാർട്ടി എന്ന നിലയിൽ LDF റീഡിസ്കവർ ചെയ്യുകയാണ്. UDF ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു കൺസോളിഡേഷനിൽ ആഗ്രഹിക്കുന്നു. BJPക്കാണ് ഏറ്റവും വലിയ ചങ്കിടിപ്പ്. ഒരു ഹിന്ദു ഒരു വോട്ട് ബാങ്ക് BJPയുടേതും LDF-ലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയണമല്ലോ. കാരണം BJP വലിയ പ്രതീക്ഷയിലാണ്. BJPയുടെ കോർ വോട്ട് BJPക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ ലഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 19.87% നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എങ്കിലും പാൻ കേരള അടിസ്ഥാനത്തിൽ 14.7% കൂപ്പുകുത്തി. 5% വോട്ട് ശതമാനമാണ് കുറഞ്ഞത് BJPക്ക്. അത് തിരിച്ചു പിടിക്കണമെങ്കിലും അമിത്ഷാ നിർദ്ദേശിക്കുന്ന രീതിയിൽ 25% BJPയുടെ കേരളത്തിലെ ശരാശരി വോട്ട് ഉയർത്തണമെങ്കിലും ഹിന്ദു വോട്ടുകൾ LDF-ലേക്ക് തിരിച്ചു പോകുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കിയെങ്കിലേ പറ്റും. അതുകൊണ്ടാണ് LDF വേണമെങ്കിൽ ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, UDF പണ്ടാരമടങ്ങുക എന്ന ഒരു ചിന്തയിൽ നിന്നും BJP ഇപ്പോൾ മാറിയിരിക്കുന്നു. അങ്ങനെ UDF-ന്റെ സ്പേസിലേക്ക്, മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ സ്പേസിലേക്ക് BJP കടന്നു വരാം എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ആചാര സംരക്ഷണ സമയത്ത് ശബരിമല ആചാര സംരക്ഷണ സമരം പോരാട്ടം 2019 നടത്തുന്നതിന് സമാനമായ ഉഗ്രമായ പ്രതിഷേധം സ്വർണ്ണക്കൊള്ള വിഷയത്തിലും നടത്താനുള്ള വൈകി BJP എടുത്ത തീരുമാനം ഇപ്പോൾ അമിത്ഷാ കഴിഞ്ഞ തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞതും അത് തന്നെയാണ്. അത് കാണിക്കുന്നത് LDF-നെതിരെ കർശനമായ നിലപാടിൽ BJP നിൽക്കുന്നു. വോട്ട് ഷെയർ നഷ്ടപ്പെടാൻ UDF ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, പക്ഷേ BJPയുടെ വോട്ട് ഷെയർ ഇൻടാക്റ്റായിട്ട് നിലനിർത്തണം എന്ന ചിന്തയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.